Hi friends, all കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നെറ്റ് ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് മാഗ്നെറ്റ് ആയിരിക്കില്ല. അപ്പം സാധാരണ മാഗ്നെറ്റ് ഇല്ലേ, അത് പെർമനന്റ് മാഗ്നെറ്റ് ആയിരിക്കും. അത് വെച്ചാൽ അത് എപ്പോഴും ഇന്നൊരത്തിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണും. പക്ഷേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നെറ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നേരത്തെ പറഞ്ഞാൽ പെർമനന്റ് മാഗ്നെറ്റ് അല്ല. അത് ഒരു പവർ സപ്ലൈ അതിലേക്ക് വരുമ്പം അത് മാഗ്നെറ്റായിട്ട് ആക്ട് ചെയ്യും. പവർ സപ്ലൈ പോകുമ്പം അത് സാധാരണ അതായത് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യത്തില്ല. അതാണ് ഇലക്ട്രോമാഗ്നെറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രോമാഗ്നെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ട് ഇൻസൈഡ് എ ട്രാൻസ്ഫോമർ എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന സംഭവമാണ് ഇത്. അപ്പം ട്രാൻസ്ഫോമറിൻ്റെ കോറാണിത്, ഇത് ബോബിനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചപ്പോൾ ഇത് ഇച്ചിരി തിരിച്ചുമറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ പേരാണ് കോറ്, ഇതിൻ്റെ പേരാണ് ബോബിൻ എന്നാണ് പറയുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ഓഫ് ഇതിൻ്റെ ഇത്രയും സെറ്റിനാണ് സ്റ്റാക്ക് എന്ന് പറയുക. ഓക്കെ, ഇത്രയും സെറ്റിന് സ്റ്റാക്ക് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് ഇലക്ട്രോമാഗ്നെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതിനകത്ത് ചെറിയ വൈൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മുടെ ഈ ഇത് കോറിന് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായി ഇത്രയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വൈൻഡിങ്, ഇത് നമ്മുടെ കോറ്. അപ്പോൾ ഇതിനാണ് സ്റ്റാക്ക് എന്ന് പറയുക. ഇതിന് നമ്മൾ സെറ്റ് ഓഫ് കോറിനാണ് സ്റ്റാക്ക് എന്ന് പറയുക. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പവർ സപ്ലൈ വേണം. ഞാനിപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ ചാർജറാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതിലേക്ക് ഞാൻ ഒരു വയർ നീട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്തൊരു സ്വിച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വയർ ഇതിൻ്റെ 2 വയർ, അതായത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്ന ആവശ്യമൊന്നുമില്ല, എങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇത് 2 വയർ നമ്മുടെ ഇതിനകത്തുള്ള വൈൻഡിങ്ങിലേക്ക് ചുറ്റി വെക്കണം. നമുക്കൊന്ന് പിടിക്കെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 വയർ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഇപ്പം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ടെർമിനലിലേക്ക് നമ്മൾ 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പവർ സപ്ലൈക്ക് കൊടുക്കാൻ പോവുകയാണേ. അപ്പം പവർ സപ്ലൈയിലേക്ക് ഓക്കെ പവർ സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഓഫ് ആയിട്ടാണ് ഉള്ളത്. അപ്പം ഓക്കെ ഗൈസ്, നമ്മുടെ ഇലക്ട്രോമാഗ്നെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഈ മെറ്റലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വേറൊരു ട്രാൻസ്ഫോമറിൻ്റെ ഇതാണ്. അപ്പം ഇപ്പോൾ ഇത് സ്വിച്ച് ഓഫാണ്. ഇത് കണ്ടു, ഇപ്പോൾ ഒരു അട്രാക്ഷൻ ഇല്ല. നമുക്ക് ഇപ്പോൾ സ്വിച്ച് ഓണാക്കാം. സ്വിച്ച് ഓണാക്കി ഉണ്ടോ സംഭവം ഉണ്ടോ, മാഗ്നെറ്റ് അട്രാക്ട് ചെയ്തത്. ഞാൻ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആക്കാം. ഇതിൻ്റെ കണ്ടോ സംഭവം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഓണാക്കി ഇത് ഓഫാക്കി, ഓണാക്കി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ വെറൊരു 5 വോൾട്ട് സപ്ലൈയിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ അടുത്ത് ഇപ്പം ഒരു കാറിൻ്റെ ഒക്കെ ബാറ്ററി 12 വോൾട്ട് ബാറ്ററിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് അത് നല്ല വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മാഗ്നെറ്റ് ആക്കി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊരു 5 വോൾട്ട് 1 ആമ്പിയർ തികച്ചില്ലാത്തൊരു പവർ സപ്ലൈ ആണ്. അപ്പം അതുകൊണ്ട് വലിയ പവറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റിൽ നമുക്ക് മാഗ്നെറ്റ് പോലെ വർക്ക് ആകുന്നുണ്ട്. അപ്പം ഒരു മിനിറ്റ്, ഓണാക്കി. ഓക്കെ, ഇത് അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്ര നമുക്ക് ഓക്കെ ഒത്തിരി ലോഡ് അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം സപ്ലൈ നമ്മുടെ പവർ സപ്ലൈ വളരെ പവർ കുറഞ്ഞ പോയത് കൊണ്ടാണ്. ഒരു 12 വോൾട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്കായേനെ. ഓക്കെ, പൊട്ടുന്നില്ല. സ്വിച്ച് ഓണാക്കി ഒട്ടി പിടിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു ടെസ്റ്റ് പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ആക്സോ ബ്ലേഡിൻ്റെ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓണാക്കി ഇതെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓഫാക്കി അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്? സംഭവം സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ? ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് വർക്കാകുന്നൊരു വളരെ ബേസിക്കായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, അതായത് വളരെ ബേസിക്കായിട്ട് അതായത് ഒരുപാട് ടെക്നിക്കലിലേക്ക് ഇറങ്ങാതെ വളരെ ബേസിക്കായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ സംഭവം എന്താ വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയറിൽ കൂടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി പാസ്സാവുമെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ വയറിൽ കൂടെ ഒരു ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ്സാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കാണും. അപ്പോൾ നമ്മളിവിടെ കോയിലുണ്ട്, ഇതേപോലെ ഒരുപാട് ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഒരുപാട് ജനറേറ്റ് ആവും. അതിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് വിടാൻ വേണ്ടി നമ്മുടെ കോറ് ഇതിലേക്ക് ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അതായത് ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഈ സൈഡിലേക്ക് ഓപ്പൺ ആക്കി വിട്ടത്. അപ്പം ഈ സൈഡിലേക്ക് നമ്മൾ പവർ സപ്ലൈ വരുമ്പം ഇവിടുന്ന് ക്രിയേറ്റ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഉള്ളത്, അതായത് ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള ഇതിലായിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പവർ സപ്ലൈ ഓണാക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അട്രാക്ട് ആകുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ പവർ സപ്ലൈ ഇല്ല, അതുകൊണ്ട് ഇത് അട്രാക്ട് ആകുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.